ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ കാണുന്ന കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എൻ്റെ വീട്ടിനടുക്കിലെ പുഴയോരത്തിൽ നിറഞ്ഞൊഴുകുന്ന ഭാഗങ്ങളാണിത്. ഓരോ ഭാഗങ്ങളും നമ്മുടെ ചേച്ചിയുടെ ഷെഡും കാര്യങ്ങളെല്ലാമാണിത്. ചേച്ചിയോട് എല്ലാവരും പറയും, നിങ്ങൾക്ക് കരണ്ട് ബില്ലടക്കണ്ടായിരുന്നു, സുഖം, എന്ത് പരമസുഖമായ ജീവിതമാണ്, അടിപൊളി ലക്ഷണങ്ങൾ നോക്കിയട്ടെ. ഓരോരുത്തർ ജീവിക്കുന്നത് അതിൻ്റേതായ കഷ്ടപ്പാടുകളുണ്ടാകും. പക്ഷേ വാക്കുകൾ കൊണ്ട് പറയുന്നവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ അറിയില്ല. നമുക്കെല്ലാവരോടും പറയാം, നിങ്ങളുടെ ജീവിതം എന്ത് സുന്ദരമാണ്, എന്ത് പൈസയാകുന്നത്, നിങ്ങൾ ആ പൈസ എവിടെയാണ് വെക്കുന്നത്. പക്ഷെ ആ പറയുന്ന വാക്കുകൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അവരത്രയും കഷ്ടപ്പെട്ടും അവരത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുമാണ് ആ പൈസ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ഓരോ വ്യക്തികളോട് പറയുന്ന വാക്കുകൾ അവരെ മനസ്സിൽ തട്ടുന്നുണ്ടോ, അവരെ ഹൃദയത്തിൽ മുറിവേൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ എൻ്റെ വീട്ടിൻ്റെ ചുറ്റുപാടുകളും ഞാൻ നിങ്ങളെ വീഡിയോയിലേക്ക് ഒരു ദിവസം ഞാൻ എന്തായാലും വീഡിയോ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ചേച്ചിയുടെ കുളിമുറിയാണിത്. കുളിക്കാനുള്ള സൗകര്യങ്ങളാണ്. ഈ കാട്ടിൻ്റെ സൈഡിൽ നിന്നാണ് ചേച്ചി മക്കളും ടീമൊക്കെ കുളിക്കുന്നത്. ഇങ്ങനൊരു ഷെഡ് കിട്ടി. ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ജീവിച്ചുകൊണ്ട് പുറത്തടിച്ചു പൊളിക്കുന്ന വ്യക്തികൾ നമ്മുടെ സമുദായത്തിൽ ഒരുപാടുണ്ട് ഗൈസ്. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. ഒരേ അനുഭവം കൊണ്ട് ഓരോ വ്യക്തിനെയും നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ പാടില്ല. ഓരോ വ്യക്തികൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും അതിൻ്റേതായ വിഷമങ്ങളുമായിരിക്കും. ആ വ്യക്തിൻ്റെ അതേ വിഷമങ്ങളായിരിക്കില്ല നമുക്ക് മറ്റുള്ളൊരു വ്യക്തിക്ക് ഉണ്ടാകും. നമ്മളെപ്പോഴും ഒരു വ്യക്തിനെ അടിച്ചമർത്താതിരിക്കും. ഇതൊരു ചേട്ടൻ്റെ സ്ഥലമാണ്. ഒരു 1.5 ഏക്കർ സ്ഥലം ഞാനുണ്ട് എനിക്ക് തോന്നുന്നു. ഏകദേശം നമുക്ക് ടൂറൊന്നും പോകേണ്ട, പൈസ ഇടവരി ടൂറൊന്നും പോകേണ്ട കേസ് ഇല്ല. ഇവിടെ മുമ്പിൽ ഇത് അടിപൊളി ഒഴുകി നിറയുന്ന പുഴയോര കാഴ്ചകളുണ്ടാകും. ഇതാണ് ചുറ്റുമുള്ള ചെറിയൊരു ഭാഗങ്ങൾ എങ്ങനെ കാണിച്ച് നിങ്ങൾക്ക് ആസ്വദിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നൊരു പ്ലേസാണ്. പുഴയുടെ സെൻറ്ററും കാര്യങ്ങളും. പണ്ട് ഇവിടുന്നാണ് അലക്കുകയൊക്കെ ചെയ്യാം. ഈ സെൻറ്ററിൽ വന്ന് അലക്കിയൊരു കാലഘട്ടമെല്ലാം ഉണ്ടേനും പണ്ടുള്ള കാലഘട്ടം. ഇപ്പോൾ അതൊക്കെ മാറി സൗകര്യങ്ങളായത്. നമ്മുടെ ഷാനോജാട്ടിൻ്റെ മീൻ വളർത്താൻ കേന്ദ്രമാണ്. കരിമീൻ വളർത്തിൻ്റെ ചെറിയ സംരംഭമാണ്. അതാ പറഞ്ഞത്, ഓരോ വ്യക്തികളും ജീവിതത്തിൽ പല രീതിയിലും നമ്മൾ പുച്ഛിച്ച് തള്ളിയ വ്യക്തികളും മാറ്റി നിർത്തി ആ വ്യക്തികളെ നമ്മൾ വിചാരിക്കാത്ത വ്യക്തികളായിരിക്കും ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ലെവലിലും നല്ലൊരു പൊസിഷനിലേക്കും ഉന്നതമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത്. നമ്മൾ അതിൽ നിന്നും ഒരിക്കലും അവരെ നീ ഇന്നേ നിലയിലെത്തിയല്ലോ, ഇന്നേതായല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും നമ്മൾ ഇതാക്കാൻ വേണ്ടി പാടില്ല. അത് അവരുടെ കഷ്ടപ്പാട് കൊണ്ട് അവർ നേടിയെടുത്ത കാര്യങ്ങളാണ്. വേറൊരാളുടെ നേട്ടത്തിൽ ഒരിക്കലും നമ്മൾ അസൂയപ്പെടാൻ വേണ്ടി പാടില്ല. നമുക്കെന്ത് നേടാൻ വേണ്ടി പറ്റും, നമുക്കെന്താകാൻ വേണ്ടി പറ്റും, അതാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ധർമ്മടം മണ്ഡലത്തിലുള്ള കൂട്ടുചട്ടി കാണിച്ചതാ. ഒന്ന് ഈ സൈഡിലുണ്ട്, മറ്റൊന്ന് അപ്പുറത്തെ സൈഡിലുണ്ട്, തൊട്ടിപ്പുറത്തൊരു സൈഡിലുണ്ട്. വേറെ കാഴ്ചകൾ നിങ്ങൾ വേണ്ട, മനോഹരമാണ്. ചില സ്ത്രീകൾ പറയും നമുക്ക് പുറത്ത് പോകാം, ചെറിങ്ങനെ ആസ്വദിക്കാം, വലിയ എമൗണ്ടൊന്നും വേണ്ട, അവർക്കൊരു ചെറിയൊരു കപ്പലണ്ടി മേടിച്ചു കൊടുത്താൽ മതി. അവരുടെ മൈൻഡെല്ലാം ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് അവർ പുറത്ത് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. മിനി ഫോറസ്റ്റ് പോലെയുള്ളൊരു ലുക്കിൽ ഗൈസ്. ഏകദേശം നിങ്ങൾ നോക്കിയിട്ട് എന്ത് മനോഹരമാണ്. ഓരോരോ വൃക്ഷങ്ങളെല്ലാം നിറഞ്ഞ് വൃക്ഷങ്ങളെല്ലാം കണ്ടോ നിങ്ങൾ? ഒരു അതിമനോഹരമായ വൃക്ഷങ്ങളെല്ലാം ഇവിടെയുള്ള ചേട്ടൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടനെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അധികം നല്ല നല്ല വൃക്ഷങ്ങൾ ഇപ്പോൾ ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വൃക്ഷങ്ങളാണ് മൂപ്പർ നട്ടുപിടിപ്പിച്ചത്. ഓരോ വ്യക്തികൾക്ക് ജീവിതത്തിൽ പല പല ആഗ്രഹങ്ങളുണ്ടാവും. ചില വ്യക്തികൾക്ക് അത് നടക്കും, ചില വ്യക്തികൾക്ക് നടക്കാതിരിക്കാം. ജീവിതത്തിൽ പലയിടത്തും ഒറ്റപ്പെട്ട് പരിഹസിച്ചു പോയ വ്യക്തികൾ പല ആൾക്കാരുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തിയും പരിഹാസം കേട്ടും ജീവിച്ചവരാണ് നാളെ ഒരു നിലയിലെത്തുന്നത്. ഇന്ന് നാം പരിഹസിച്ചെടുക്കുന്നു, ഒറ്റപ്പെടുത്തിയെടുക്കുന്നു. കരയാതിരിക്കുക. മുന്നോട്ടേക്ക് ഒരു ദിവസം നമുക്കുള്ളതാണ്. നമുക്ക് മാത്രമുള്ളൊരു ദിവസം. അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രയത്നിക്കുക.
ഒറ്റപ്പെടുത്തിയവരും കളിയാക്കിയവരും ഒരു ദിവസം നിങ്ങളെ തേടി വരുന്നൊരു ദിവസം ഉണ്ടാവും. അതിന് നിങ്ങൾ കാത്തിരിക്കുക. എന്തായാലും ആ ഒരു ദിവസം ഇല്ലാണ്ടിരിക്കില്ല. എല്ലാവരും നല്ല നിലയിൽ മുന്നേറുക. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗൈസ്, പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ വിജയങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ അല്പം കുറച്ച് പേരുണ്ടാവും. ആരും പിന്തിരിഞ്ഞ് പോകാതിരിക്കും, മുന്നോട്ടേക്ക് നയിച്ച് കുതിച്ചു വരിക. ഓക്കെ ഗൈസ്.